दो नैना और एक कहानी, थोड़ा सा बादल, थोड़ा सा पानी और एक कहानी, दो नैना और एक कहानी. ഫാദേഴ്സ് ഡേ അച്ഛന്മാരുടെ ദിവസമാണെങ്കിലും അച്ഛന്മാരെ പറ്റി കൂടുതൽ പറയാൻ ഉള്ളത് മക്കൾക്കായിരിക്കും. സംഗീത സംവിധായകനും ഗായകനുമായ രമേശ് നാരായണനും മകൾ മധുശ്രീയുമാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ട് പാടി. ഇനി അച്ഛനെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ പറയാ, ശരിക്കും ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ. ഞാനിങ്ങനെ വെറുതെ പറയണതല്ല, ബിക്കോസ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ റേസ് ചെയ്ത് വന്നത് അച്ഛൻ അത്രയും ഗ്രേസ്ഫുള്ളിയാണ് ഞങ്ങളെല്ലാവരും റേസ് ചെയ്തിട്ടുള്ളത്, എന്നെയും ചേച്ചീനെയും. സോ അതിൽ ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. വി ആർ സോ മച്ച് പ്രൗഡ് ഗെറ്റിംഗ് സച്ച് എ ഡാഡ്. അക്കാഡമിക്സിലൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും പാട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ. ഭയങ്കര എന്താ പറയുക, എൻ്റെ പാഷനും എൻ്റെ കരിയർ വൈസ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആശയം ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഹീസ് ലൈക്ക് വെരി ഹാപ്പി. ഈ അച്ഛന്റെ വഴിയിലാണല്ലോ പാട്ടിലേക്കും കടന്നു വന്നത്. അത് എങ്ങനെയായിരുന്നു? ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മ്യൂസിക് തന്നെയാണ് കേട്ട് വളരുന്നത്. സറൗണ്ടിങ് മൊത്തം അത് തന്നെയാണ്. അമ്മയും മ്യൂസീഷ്യനാണ്. അപ്പോൾ ചെറുതിലേ തൊട്ട് തന്നെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 3.5 വയസ്സ് തൊട്ട് തന്നെ എന്നിൽ ആ ഒരു ടാലൻറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ അത് അച്ഛനിങ്ങനെ ഹാർമോണിയൊക്കെ വായിച്ചു തരുമ്പോൾ ഞാൻ അതിൻ്റെ നോട്ട്സും സ്വരങ്ങളൊക്കെ പാടുമായിരുന്നു ആ ഒരു 3.5-4 വയസ്സിൽ. സോ അങ്ങനെയാണ് മ്യൂസിക് എന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതും. ഈ പാട്ടിൻ്റെ ഒരു തുടർച്ച താങ്കളിൽ തുടങ്ങുന്നതല്ല, അച്ഛനും അമ്മയിൽ നിന്നും തുടങ്ങുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ അച്ഛനെ ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എൻ്റെ അച്ഛൻ? അതെ അതെ. വലിയ നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. അച്ഛനെ ഓർക്കാൻ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഒരു ഇൻ്റർവ്യൂറും പറഞ്ഞിട്ടില്ല. അച്ഛനെ ഓർക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം അച്ഛൻ മ്യൂസിക് കമ്പോസറായിരുന്നു. കണ്ണൂർ കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോട്ടയം രാജാവിൻ്റെ പട്ടും വളയും കമ്പോസിങ്ങിന് കിട്ടിയിട്ടുള്ള ആളാണ്. ആ വളയും പട്ടും ഒരു കാര്യം ഗോൾഡ് റിങ് അതാണത്. അത് അന്ന് മഹാരാജാവ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുള്ള കലാകാരനാണ്. അന്ന് അച്ഛൻ പാടുന്നത് ശരിക്ക് എഴുതും. അതേപോലെ ഡ്രാമ ഡയറക്ഷൻ, ഡ്രാമയിൽ ആക്ടിങ് കം സിംഗിങ്. അപ്പോൾ ഹാർമോണിയം 2 ഹാർമോണിയത്തിലും സച്ചിദാരസോദായ അലങ്കാരി സച്ചിദാരസോദായ അലങ്കാരി സംഗീതാനന്ദ നിത്യ കല്യാണി പാദസേവനമേ പശുപദേ സച്ചിദാരസോദായ അലങ്കാരി. എനിക്കിത് ഓർമ്മ വരുന്നത് നവരാത്രി സമയത്ത് വീട്ടിൽ വലിയൊരു സദ്യരാണ്. അപ്പോൾ 2 ഹാർമോണിസ്റ്റും പിന്നെ മൃദംഗിസ്റ്റ് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും വീട്ടിൽ കയറി അന്ന് ഒരു 10 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 മണി 3 മണി വരെ ഇവർ പാട്ടാണ്. അപ്പോൾ ഞാനന്ന് ചെറിയ, പക്ഷെ അന്ന് തന്നെ ഇതെൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു ആ ശബ്ദവും. എൻ്റെ ഗുരുജി ഒരിക്കൽ എൻ്റെ അച്ഛനെ പിന്നെ ചോദിച്ചു എന്താണ് ഓർമ്മയെന്ന്. അപ്പോഴും ഞാൻ ഇത് പാടി കൊടുത്തപ്പോൾ ഗുരുജിക്ക് അതിശയമായി. അപ്പോൾ ഗുരുജി പറഞ്ഞത് ഇന്നും അത് മനസ്സിൽ നിൽക്കണമെങ്കിൽ ആ സംഗീതത്തിൻ്റെ ശക്തിയാണത്. അതുപോലെ അമ്മ ദാസേട്ടനുമായിട്ടൊന്ന് കണ്ടുമുട്ടിയപ്പോൾ തരങ്കണി സ്റ്റുഡിയോയിൽ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് എൻ്റെ അമ്മയുണ്ട്, ദാസേട്ടനുണ്ട്, ONV സാറുണ്ട്. ഇവരൊക്കെ ഇരുന്ന് ഒരു നൂറ് പുഷ്പമായി എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ദാസേട്ടൻ ആദ്യമായിട്ട് കാണാം, മോൻ്റെ അച്ഛനും രമേശിൻ്റെ അച്ഛനും പല സ്റ്റേജിലും ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ കാര്യം എനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നീ എൻ്റെ മൂത്ത മോന് തുല്യമാണ് എന്നും പറഞ്ഞു. അതിപ്പോഴും ദാസേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മ എനിക്ക് ഭയങ്കരമാണ്. അത് എന്നെ ഓർമ്മിപ്പിച്ചതിൽ
വലിയ സന്തോഷം. ശരി, അങ്ങനെ അച്ഛനിൽ നിന്ന് കണ്ടുപഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ്റെ ഗുണമായിരുന്നു ഇത് എന്ന് കണ്ടുപഠിച്ച കാര്യങ്ങൾ, അത് ജീവിതത്തിൽ പുലർത്തിയ എന്തെങ്കിലും ഒരു കാര്യം, അത് മക്കൾക്ക് പകർന്നു കൊടുത്ത കാര്യം, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും അച്ഛൻ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ എന്നും പറയുന്ന ആളാണ്. എന്നും അന്യോന്യം റെസ്പെക്റ്റ്. വലിയ ആളെടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് നേരിട്ട് പോയിട്ട്, അന്നത്തെ ആൾക്കാരല്ലേ, നേരിട്ട് പോയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ്, സുഖമാണോ വഴിയിൽ കണ്ടപ്പോൾ? അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. ഒരിക്കലും അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. യു ഹാവ് ടു ഗിവ് സം റെസ്പെക്ട് ടു ദം. അത് ഇങ്ങനെ കൈ പിടിച്ച് നിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തല്ലേ ചോദിക്കുക, വലിയ ആളുടെ അടുത്ത് നീ എന്തിനാ കൈ പിടിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന്, വാണിയും തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴും ആ ഒരു, പിന്നെ ഈ ഒരു ജീവിതചര്യ തന്നെയാണ് എനിക്ക് എൻ്റെ ഗുരുജിയുടെ അടുത്ത് എത്തിയപ്പോഴും കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഇപ്പം അച്ഛൻ എങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആണ്? ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് വന്ന വാക്കാണല്ലോ സ്വന്തം വൈബ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിൽ, അതിനെ പല തരത്തിൽ അവർ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ സ്വന്തം വൈബ് ആക്ച്വലി വളരെ കുറവാണ് സത്യമായിട്ടും. ബിക്കോസ് അച്ഛൻ എല്ലാത്തിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന അച്ഛനല്ല, വീട്ടിനുള്ളിലുള്ള അച്ഛൻ ഭയങ്കര ചില്ലായിട്ടുള്ളൊരു മനുഷ്യനാണ്. വളരെ ഫണ്ണി ആൻഡ് ചില്ലായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ജോക്സും ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ടുള്ള മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അച്ഛൻ തന്നെയാണ് ഓൾമോസ്റ്റ് എവറി ടൈം. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക, ONV സാർ എഴുതിയ, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് കമ്പോസ് ചെയ്ത്, സാറ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ താഴെ ഇരുന്ന് ഹാർമോണിയം വെച്ച് ഇങ്ങനെ ഇരിക്കുക, ഇതുപോലെ ക്യാമറകളൊക്കെ ഇങ്ങനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. അപ്പോൾ ലിറിക്ക് കെട്ടിയപ്പോൾ മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി, മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായി ആർദ്രമായി പാടി, അറിയാത്ത കന്യതൻ നേർക്കെഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ പുഴപാടി തീരത്തെ മുളപാടി പൂവള്ളി കുടിലിലെ കുയിലുകൾ പാടി. ഈ സമീപകാലത്ത് ഒരു ചെറിയ വിവാദമൊക്കെ ഉണ്ടായി. അതിനുശേഷം നമ്മൾ കണ്ടൊരു മനോഹരമായ ദൃശ്യമുണ്ട്. മറ്റേ ഇഫ്താർ വിരുന്നിൽ അച്ഛനും ആസിഫ് അലിയും കെട്ടിപ്പിടിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യും. അത് കണ്ടപ്പോൾ എന്താ മനസ്സിലേക്ക് വന്നത്? അത് വളരെ സന്തോഷമുണ്ട്. അത് ആ ഒരു സമയത്ത് എന്തൊക്കെയോ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അപ്പം നമ്മളത് തിരുത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ അത് നമ്മൾ വളരെ ഹാപ്പിയാണ്. ശരിക്കും ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവരിങ്ങനെ എന്താണ് ഇത് സംഭവം എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കുകയാണ് നേരിട്ട് കാണുമ്പോൾ. അപ്പൊ ആ ഒരു മൊമെന്റ് കണ്ടപ്പോ ഒരാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്ത അല്ലല്ലോ അത് ആ സിറ്റുവേഷനിൽ ക്രിയേറ്റ് ചെയ്ത ചെറിയ മൊമെന്റ്സ് ആണ്, അതങ്ങ് സംഭവിച്ചു. ഈ സംഗീതം ഇങ്ങനെ തലമുറകളായി ഇങ്ങനെ കൈമാറുന്നു. അപ്പോൾ ഇനി മധുശ്രീയിലൂടെ അല്ലെങ്കിൽ മധുവന്തിയിലൂടെ എങ്ങനെ അത് മുന്നോട്ട് പോകണമെന്നാണ് അങ്ങയുടെ ഒരു ആഗ്രഹം? അതല്ല, അത് അവരിൽ മ്യൂസിക് ഉണ്ടെങ്കിലേ അത് നമ്മളൊന്നും പറയേണ്ട ആവശ്യം, അതങ്ങ് പൊക്കോളൂ. മ്യൂസിക് ലീഡ് ചെയ്തോളൂ അത് നമ്മുടെ ലൈഫിനെ. മ്യൂസിക് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് വേറെ ചിന്തയില്ലല്ലോ. അത് എൻ്റെ അടുത്ത് ഗുരുജി പറഞ്ഞത്. ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു. ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ 35-ാമത്തെ വയസ്സിലോ 36-ാമത്തെ വയസ്സിലോ ആണ് ഞാൻ ആകാശവാണിയിൽ ജോയിൻ ചെയ്യുന്നത് ആസ് എ മ്യൂസിക് കമ്പോസർ. അപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ ഗുരുജി പറഞ്ഞു, രമേശ് നിൻ്റെ മ്യൂസിക്കിന് ഒരിക്കലും കോട്ടം സംഭവിക്കരുത്. കാര്യം ഗുരുജിക്ക് അറിയാം എല്ലാം. പിന്നെ ജാക്കീർ ഹുസൈൻ്റെ അച്ഛൻ, അതായത് ഉസ്താദ് അല്ലാറെ ഖാൻ സാഹിബ്, പിന്നെ ചൗറസിയാജി ഫ്ലൂട്ട്, ഹരിപ്രസാദ് പണ്ഡിറ്റ് ചൗറസിയാജി, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മ്യൂസീഷ്യൻസും ആകാശവാണിയിൽ ജോലിയിലായിരുന്നുണ്ടായിരുന്നു. ശിവകുമാർ ശർമാജി അവരൊക്കെ റിസൈൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ റിസൈൻ ചെയ്തില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ആ ഗുരുജിയുടെ വാക്ക് എനിക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അത് വെച്ചുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വർക്കും ഒപ്പം കൊണ്ടുപോയി. എൻ്റെ കരിയർ എങ്ങനെ ഞാൻ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, എൻ്റെ മ്യൂസിക്കിന് തടസ്സം നിൽക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക്
എൻ്റെ മ്യൂസിക്കുമായിട്ട് കണക്റ്റഡായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ എന്താണ്, എനിക്ക് ഗെയിനായി. മനസ്സിലായല്ലോ? ഞാൻ ചെയ്യുന്നത് ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മ്യൂസിക് വെച്ചുകൊണ്ട് ഞാൻ അവിടെ കമ്പോസിങ് നടത്തി. എൻ്റെ ലൈഫ് അങ്ങനെ പോയി. നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസിനെ അവിടെ വിളിച്ചു. അപ്പോൾ റാഗ്ധാരിയിലുള്ള സംഗീതവും കമ്പോസിങ്ങും മഹാരാജ സ്വാതി തിരുനാളിൻ്റെ ബന്ദിഷെടുത്ത് കമ്പോസ് ചെയ്തു, അവരെ കൊണ്ട് പാടിച്ചു. ഇങ്ങനെ ഒരുപാട് വർക്കുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തു. ഈ മലയാളത്തിലായാലും ഒരുപാട് പാട്ടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലോ. പണ്ട് താങ്കൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള പാട്ടുകളല്ല ഇപ്പോൾ പല സിനിമയിലും വരുന്ന, അതിൻ്റെ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കുന്നത്? അയ്യോ, അത് മാറ്റം എപ്പോഴും വേണമല്ലോ. മാറ്റം കൊണ്ട് ആർക്കാണ് ദോഷം അല്ലെങ്കിൽ ആർക്കാണ് നന്മ ഉണ്ടാകുന്നതെന്നൊന്നും അതല്ല നോക്കുന്നത്. സിനിമാ സംഗീതം ഈസ് ഓൺലി ഫോർ സിനിമയ്ക്കാണ്. അത് ജനങ്ങളെ പുഷ്ടിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു വലിയൊരു സംഗീത രൂപം ക്രിയേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് പണ്ട് ഉള്ള മ്യൂസീഷ്യൻസ്, ദേവരാജ മാഷും നമ്മുടെ സ്വാമിയും നൗഷാദ് സാബും ഖയാമും ഇവരൊക്കെ ചെയ്തത് റാഗ്ധാരി കീപ്പ് ചെയ്തിട്ട് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ, നമ്മുടെ സംഗീതത്തിന് പറ്റിയ മ്യൂസിക്കായിരുന്നു ചെയ്തിരുന്നത്. നമ്മുടെ സംഗീതം എന്ന് വെച്ചാൽ ഇന്ത്യൻ മ്യൂസിക് കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ലിറിക്കും സംഗീതവും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ട് എപ്പോഴാണ്. ഇന്നും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വേറൊരു പരിധി വരെ വേറൊരു രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ആ ട്രീറ്റ്മെൻറ്റിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അത് ആ ഒരു ആസ്വാദന രീതി മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സംഗീതത്തിന് നല്ലതാണോ? അയ്യോ, ഞാൻ അതല്ലേ പറഞ്ഞത്. സംഗീതത്തിന് ഒരു വിധത്തിലും പുഷ്ടിപ്പെടുത്തുന്നില്ല സിനിമാ സംഗീതം. ഒറിജിനൽ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക്, ദാറ്റ് ഈസ് ക്ലാസിക്കൽ മ്യൂസിക്. അതിനൊരു മാറ്റം വരുന്നില്ല. അതിപ്പോഴും പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ് ക്ലാസിക്കൽ മ്യൂസിക്കിനുള്ള ഓഡിയൻസും എല്ലാം. മനസ്സിലായല്ലോ? ആ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ചെറിയ എലമെൻറ്റ്സ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വേടൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പുതിയ തലമുറയിലെ പാട്ടുകാരൊക്കെ അവരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പാട്ടുകൾ ഇതുമായിട്ട് എങ്ങനെയാണ്? വേടൻ്റെ മ്യൂസിക്കിലുള്ള അക്സെപ്റ്റൻസ് ആണ്. അത് നല്ലയോ ചീത്തയോ എന്നല്ല, ജനങ്ങൾ അത് ഉൾക്കൊള്ളുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു വിഭാഗം ജനങ്ങൾ, എല്ലാവരും ഞാൻ പറയണില്ല, ഒരു വിഭാഗം ജനങ്ങൾ ആ ലിറിക്കിനെ ഇഷ്ടപ്പെടുന്നു, ആ ലിറിക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ സത്യാവസ്ഥ സത്യസന്ധത എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള പോരായ്മകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് അതിലുള്ള പോരായ്മകൾ, എന്താണ് നന്മ, എന്താണ് തിന്മ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ആ അക്സെപ്റ്റൻസ് വലിയ കാര്യമാണ്. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇഷ്ടമാണ്. പിന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, വേടൻ ചെയ്യുന്ന അവൻ്റെ ഒരു അട്രാക്ഷനുണ്ട് അവൻ്റെ ശബ്ദത്തിൽ. അതിന് ഞാൻ മാനിക്കുന്നു. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന വിളിമുനയാരുടെ ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെ പറയുന്നു സന്ധ്യതൻ മധുശ്രീയെ പോലെ അച്ഛനെ ഓർത്ത് അഭിമാനിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. നമസ്കാരം.